ഹലോ, പഴുത്ത ചക്ക ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ചക്കയുടെ സീസൺ കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഉണ്ടായില്ല. ആ ചക്കയുടെ പഴുത്ത ചോള വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാട്ടോ, വരട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ പഴുത്ത ചക്ക തിന്നാൻ ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. എൻ്റെ അമ്മ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഉണ്ടാക്കി തരും. അന്ന് അരിപ്പൊടിയാണ് ചേർക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുപ്പോയതിന് ശേഷം നല്ലതുപോലെ ഉടച്ചതിന് ശേഷം പിന്നെ ചൂടാക്കി എടുത്ത് അതിലേക്ക് നാളികേരപ്പാലിൽ അരിപ്പൊടി ചേർക്കാറ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഉവപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കണമെന്ന്. ഉവപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ കലക്കി എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് നല്ല ചൂടായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഏലയ്ക്ക് 2-3 ഏലക്കട്, അതുപോലെ 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടൊന്ന് കഴിച്ചുണ്ടല്ലോ, നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ ഇതിന് പിന്നെ കാഷ്നട്ടും മുന്തിരിയൊക്കെ നെയ്യൂടി വറുത്തിട്ട് അടിപൊളിയിരിക്കുക. അത് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ അവർ വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാട്ടോ. ഇതുപോലെ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക ഉണ്ടാക്കി കഴിക്കാം.